ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അതായത് സൺഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. കിച്ചണിലെ കുക്കിംഗ് വിശേഷങ്ങളും ഒന്നും ഷെയർ ചെയ്യുന്നില്ല, കാരണം അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇടിയപ്പമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, തേങ്ങയൊക്കെ കുറച്ച് കൂടുതലിട്ടിട്ടുള്ള നല്ല സോഫ്റ്റ് കുഞ്ഞു കുഞ്ഞു ഇടിയപ്പം. പിന്നെ അതിൻ്റെ കൂടെ മുട്ടക്കറിയാണ്. മഞ്ഞ കളറിന് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് സവോളയൊക്കെ ചേർത്തിട്ടുള്ള മുട്ടക്കറി. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഇടിയപ്പവും അതുപോലെ തന്നെ ആവശ്യത്തിന് മുട്ടക്കറിയും ഒരു ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ മുട്ടക്കറിയും 1 കപ്പ് ചായയൊക്കെ എടുത്തിട്ട് ഞാനിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഒരുപാട് ആസ്വദിക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഹോസ്പിറ്റലിൽ നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് ഒക്കെ എടുത്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള ദിവസമാണ്. അപ്പം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്. പുറത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു തോന്നാത്ത ഒരു ക്ലൈമറ്റാണ് നമ്മുടെ പുറത്തെന്ന് പറയുന്നത്. ഒരു 48-50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് പുറത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. കൊണ്ട് പുറത്തേക്ക് ഡേ ടൈമിൽ ഇറങ്ങാനേ താല്പര്യമില്ല. പിന്നെ ഇതുപോലത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും പുറത്ത് ഭയങ്കര ചൂടാണ്. പിന്നെ വണ്ടിയിലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ ആകുമ്പോൾ AC ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് അറിയുന്നില്ല. അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്ടറെയൊക്കെ കണ്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അത്യാവശ്യം നല്ല താമസം ഉണ്ടായിരുന്നു. ഒരുപാട് നേരം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഒരു 11:30 കൂടിയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറിയെങ്കിൽ ഒരു 3 മണി 3-3:30 വരെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തെന്ന് പറഞ്ഞാൽ ഒരു 48-50 ഡിഗ്രിയാണ്. നമ്മൾ അതികഠിനമായിട്ടുള്ള ഒരു ചൂടാണ്. അപ്പം നമ്മൾ നേരെ ഡയറക്റ്റ് വണ്ടിയിലേക്ക് ഡയറക്റ്റ് കയറുകയാണ്. പിന്നെ അത്യാവശ്യം നല്ല വിശപ്പായി. രാവിലെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കഴിച്ചതിന് ശേഷം നല്ല ഗ്യാപ്പായിട്ടുണ്ട്. അപ്പം നല്ല വിശപ്പായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരെ ഒരു ലഞ്ച് കഴിക്കണം. എവിടെയെങ്കിലും ലഞ്ച് കഴിക്കണം. നമുക്ക് മീൽസും കാര്യങ്ങളുമൊക്കെ നമുക്ക് റൈസ് ഐറ്റംസൊക്കെ കിട്ടുമോ എന്നറിയില്ല, ടൈം ഇത്ര ആയതുകൊണ്ട്. എന്താണേലും നമ്മൾ വണ്ടിയിലിരുന്ന ടൈമിൽ തന്നെ നമ്മൾ വസന്തഭവൻ എന്ന് പറയുന്ന പ്യുവർ വെജിറ്റേറിയൻ തമിഴ്നാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവിടെ താലി ഉണ്ട്. അപ്പം നമ്മളിന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് എൻ്റെ ലഞ്ച് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിലെ എൻ്റെ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ എൻ്റെ ലഞ്ചും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ തമിഴ്നാട് സ്റ്റൈൽ ഒരു താലിയാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ്, ഒരു സ്പെഷ്യലായിട്ടുള്ള ഗാർലിക് ടൊമാറ്റോ പിക്കിള്, പിന്നെ ഗീ, പിന്നെ നമ്മുടെ ഉഴുന്നുപൊടി, പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കുഞ്ഞ് ജിലേബീസ്, പിന്നെ ഒരുപാട് കറികൾ, പരിപ്പ് കറിയുണ്ട്, അതുപോലെ തന്നെ സാമ്പാർ, രസം, ഒരുപാട് കൂട്ടം കടലക്കറി, ഒരു മുരിങ്ങയ്ക്ക ഒഴിച്ച് കറി, ഒരു പൊട്ടറ്റോ കറി, അങ്ങനെ ഒരുപാട് കൂട്ടം കറികൾ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചൂസ് ചെയ്യാം, പൂരി വേണോ അതുപോലെ തന്നെ ചപ്പാത്തി വേണോ നമുക്ക് ചൂസ് ചെയ്യാം. ഇക്ക പൂരിയാണോ സെലക്ട് ചെയ്തത്, ഞാൻ ചപ്പാത്തിയാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഒരു അപ്പളം, അങ്ങനെ എല്ലാ ഐറ്റംസും വന്നു. അപ്പോൾ റൈസ് എന്ന് പറയുന്നത് ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീടാണ് റൈസ് വരുന്നത്. ഞാനപ്പോൾ ചപ്പാത്തി ആണല്ലോ ഓർഡർ ചെയ്തത്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന കുറച്ച് പൊട്ടറ്റോ ഗ്രീൻ ബീൻസ് കറിയും അതുപോലെ തന്നെ കുറച്ച് പരിപ്പ് ടൊമാറ്റോ കറിയും ഒക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗീ ഒക്കെ ഒഴിച്ച് ഞാൻ ആസ്വദിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേനും നല്ല ചൂട് പൊന്നിയരി ചോറ് വന്നു. അപ്പോൾ ചോറും ഇനിയിപ്പോൾ കഴിക്കണം. അപ്പോൾ ആദ്യം ചോറ് വന്നില്ലായിരുന്നു. അത് നമ്മൾ ഐറ്റംസൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി ഒന്ന് ചപ്പാത്തിയൊക്കെ കഴിച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ റൈസ് വന്നത്. അപ്പോൾ പൊന്നിയരി ചോറാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ചോറുണ്ടല്ലോ, നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചെന്നുള്ളൊരു ഹെവി ഫീലില്ല, വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫീലാണ്. അപ്പോൾ ആ ചൂട് ചോറ് കണ്ടപ്പോഴത്തേനും എനിക്ക് അതിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നുപൊടിയും കുറച്ച് പപ്പടമൊക്കെ ചേർത്തിട്ട് ഒരു 2-3 വാ കഴിക്കാൻ തോന്നി. ഭയങ്കര രസമായിരുന്നു. ആ ഒരു ഗീ എന്ന് പറയുന്ന ഒരു
പ്രത്യേക ഫ്ലേവറാണ്, ഭയങ്കര രുചിയായിരുന്നു. അങ്ങനെ കറി കൂട്ടുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ തന്നെ പിന്നെയും കഴിക്കാൻ തോന്നി. അതിനുശേഷം പിന്നെ നമ്മളിതാ പല പല കറികൾ ഒരുപാട് എല്ലാം കൂടെ കുഴച്ചല്ല, ഓരോരോ കൂട്ടം കറികൾ ഉപയോഗിച്ചിട്ട് സൈഡിൽ നിന്ന് കുറച്ച് ചോറ് കഴിക്കുകയാണ്. എല്ലാത്തിനും ഒരു പ്രത്യേക സ്വാദായിരുന്നു. ആ ഒരു ഗാർലിക് ടൊമാറ്റോ പിക്കിളെന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഓരോരോ കറികളൊക്കെ ഒഴിച്ച് ഇത് നമ്മുടെ ടൊമാറ്റോ ദാൽ കറിയാണ്. ഇതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കുറച്ച് കറികൾ ഉപയോഗിച്ചിട്ട് കുറച്ച് ചോറ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഓരോന്നും കഴിച്ചു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വസന്ത ഭവനിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറാറുള്ള റെസ്റ്റോറൻറ്റാണ്. സാധാരണ ഈവനിങ്ങിൽ അവിടുത്തെ ഉഴുന്നുവട, ചായ, അതുപോലെ തന്നെ ദോശ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ, അല്ലെങ്കിൽ ഡിന്നറിന്. ഇത് ലഞ്ചിന് വസന്ത ഭവനിൽ വരിക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വയറ് നിറച്ച് നമ്മുടെ താലിയൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ മധുരം കുറച്ച് കുറവുള്ള ഐറ്റംസ് ഏതാണെന്ന് ചോദിച്ചപ്പോഴത്തേനും ഈ ഒരു ഐറ്റമാണ് അവർ പറഞ്ഞത്. എനിക്ക് ഇതിൻ്റെ ബാദുഷായോ അങ്ങനെ എന്തോ ഒരു ഐറ്റം. അപ്പോൾ ഇതിനാണ് ഉള്ളതിൽ വെച്ചിട്ട് മധുരം കുറച്ച് കുറവ് ഇതിനാന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് കാര്യമായിട്ട് പർച്ചേസ് ഉണ്ടായിരുന്നു. ഷക്ലാൻഡിൽ പോയി പർച്ചേസ് ചെയ്തു. അതിനുശേഷം വേറെ എന്തൊക്കെയോ അല്ലറ ചില്ലറ പർച്ചേസ് ഉണ്ടായിരുന്നു. ഞാൻ പർച്ചേസ് ഒന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് പോകും. എൻ്റെ വാട്ടർ ഈറ്റിൻ്റെ ഡേയുടെ വീഡിയോ ആണല്ലോ. അപ്പോൾ വൈകുന്നേരം വീട്ടിൽ വന്നു, ഒരു കപ്പ് ചായയും അതുപോലെ തന്നെ നമ്മൾ ഷാർജ ഡിബ്ബ ബേക്സിൽ നിന്നും കുറച്ച് കൂടുതൽ ഐറ്റംസൊക്കെ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കയറിയത്. ഇതെന്ന് പറയുന്നത് ചീസ് ക്രോയിസൻ്റ്, പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബനാന ചിപ്സ്, പിന്നെ കുറച്ച് കൂട്ടം കേക്ക്, കുക്കീസ് എല്ലാം കൂടെ നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിച്ചു. അതിൽ 2-3 കൂട്ടം ഐറ്റംസ് ഓപ്പൺ ചെയ്ത് വെച്ചു ചായ കുടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഷാർജ ഡിബ്ബ ബേക്സിൽ നിന്ന് നമ്മൾക്ക് നമ്മൾ വരും ദിവസങ്ങളിൽ ഞാൻ കാണിക്കാം. നമ്മൾ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡിന്നറായി. ഡിന്നർ ടൈമിൽ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളയപ്പം, കുറച്ച് മൊരിച്ച് ചുട്ടെടുത്തിരിക്കുന്ന വെള്ളയപ്പമാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് ചിക്കൻ കറി ബാലൻസ് ഉണ്ടായിരുന്നു. പീസൊക്കെ തീർന്നിട്ട് കുറച്ച് ചിക്കൻ കറി, അതിലേക്ക് ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ല ടേസ്റ്റ്. അപ്പോൾ ചിക്കൻ കറി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറിക്കകത്ത് മുട്ട റെഡിയാക്കിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റർഡേ സ്പെഷ്യൽ ആയിട്ടുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തു. ഇത് എൻ്റെ സൺഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ടുള്ള പർച്ചേസും ഒക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. പക്ഷേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പർച്ചേസ് വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മൾ കഴിച്ചതും കുടിച്ചതുമായിട്ടുള്ള വിശേഷങ്ങളും എൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഉച്ചയ്ക്കത്തെ ആ താലി, തമിഴ്നാട് സ്റ്റൈൽ പ്യുവർ വെജിറ്റേറിയൻ താലിയും അതുപോലെ തന്നെ വീട്ടിലെ ബാക്കിയുള്ള വീട്ടിലെ ടേസ്റ്റി ഡിഷസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരത്തെ ചായ കുടി, സ്നാക്സ് പരിപാടി എല്ലാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം ഇനി വീക്ക് ഡേയ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അടുത്ത ദിവസം അടുത്ത ഒരു നോർമൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയായിരുന്നു ഇന്നത്തെ ആ ഒരു പ്യുവർ വെജിറ്റേറിയൻ താലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.